ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കുക്കർ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത്. പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്ക, കുരുമുളക് തുടങ്ങിയ സ്പൈസസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇവ ചതച്ചതാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. പിന്നെ ഞാൻ 2 സവാള എടുത്തിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം ഒരു തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നു, അത് അരിഞ്ഞ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് ചെറുതായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇവ ചേർക്കുക. മുളക് പൊടിയൊക്കെ നമ്മുടെ ആവശ്യാനുസരണം ചേർത്താൽ മതി. പിന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അത് ആ പൊടിയുടെ പച്ചമണം ഒന്ന് മാറി വന്നതിന് ശേഷം നമുക്ക് എടുത്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ ആവശ്യാനുസരണം ഉപ്പ് ഇട്ട് കൊടുക്കുക, നമ്മുടെ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഞാൻ പിന്നെ കുറച്ച് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ പുളി എത്ര വേണമോ അതനുസരിച്ചിട്ട് തൈര് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ട് അതിനെ ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ ചിക്കൻ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് എടുത്ത് വെച്ചേക്കുന്ന റൈസ് ഇട്ട് കൊടുക്കാം. ഞാൻ ബസുമതി റൈസാണ് യൂസ് ചെയ്തേക്കുന്നത്. ഞാനൊരു 1.5 ഗ്ലാസ് ബസുമതി റൈസാണ് എടുത്തേക്കുന്നത്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന രീതിയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം പിന്നെ നമ്മൾ ഉപ്പ് ഒന്നുകൂടെ നോക്കുക, നമ്മുടെ പാകത്തിനനുസരിച്ചിട്ട് വീണ്ടും ഇട്ട് കൊടുക്കുക. വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു അര നാരങ്ങ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു അര നാരങ്ങ എടുത്തിട്ട് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അടച്ച് വെച്ചിട്ട് 2 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യുക. ഞാൻ കറക്റ്റ് 2 വിസിലായപ്പോഴത്തേക്ക് ഞാൻ ഓഫ് ചെയ്ത് ആവി പോകുന്നിടം വരെ വെയിറ്റ് ചെയ്ത്, ആവി പോയതിന് ശേഷം മൂടി തുറന്നപ്പോൾ നല്ല അടിപൊളി ബിരിയാണി, നല്ല റൈസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.